രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഷിരൂരിൽ നിന്നാണ് രഞ്ജിത്തിനോടൊപ്പം ചേരുന്നത്. ഇവിടുത്തെ കാഴ്ച അല്പം നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ അന്തരീക്ഷം മൂടിക്കെട്ടിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, രക്ഷാപ്രവർത്തനത്തിന് വിരലിലുണ്ടാവുന്ന സേനാ വിഭാഗങ്ങൾ മാത്രമാണ് 7:30 സംഭവ സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. 4 SDRFിൻ്റെ വാഹനങ്ങളും ഒരു കർണാടക ഫയർ ആൻഡ് റെസ്ക്യൂ മിഷൻ്റെ വാഹനവും മാത്രമാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. ഒരു ആംബുലൻസും പോയിട്ടുണ്ട്. കരസേന ഇതുവരെയും എത്തിയിട്ടില്ല. 10 മണിയോടുകൂടി കരസേന എത്തുമെന്നും നാവികസേനയോടുകൂടി അവർ സംയുക്ത തെരച്ചിൽ ആരംഭിക്കുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പാഴാകുന്ന ഓരോ നിമിഷവും അർജുൻ്റെ ജീവന് കൊടുക്കുന്ന വിലയാണ് എന്നത് നമ്മൾ കൂടി തിരിച്ചറിയുന്നു. ഇന്നലെ വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ നേരിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ജില്ലാ അധികാരികളിൽ നിന്ന് ഓരോ അരമണിക്കൂർ ഇടവിട്ടും വിവരങ്ങൾ ആരാഞ്ഞു. പക്ഷേ കരസേനയെ വിളിക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിന് മണിക്കൂറുകൾ അവർ കാത്തിരിക്കേണ്ടി വന്നു. രാത്രിയാണ് ജില്ലാ അതോറിറ്റി കരസേനയ്ക്ക് കത്തയക്കുന്നതും അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതും. പക്ഷേ ഇപ്പോഴും ഉറപ്പില്ല എപ്പോൾ കരസേന ഇവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ. രഞ്ജിത്ത്, കോഴിക്കോട്ട് നിന്നും കുടുംബത്തിൻ്റെ പ്രതീക്ഷ കരസേന എത്തിയാൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയും. അതൊരു ആശ്വാസ വാർത്ത എന്ന നിലയിൽ തന്നെയാണ് അവരതിനെ സമീപിച്ചതും. ഇപ്പോൾ എന്താണ് അവരുടെ പ്രതീക്ഷ? നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കരസേനയുടെ വരവ് അവരെ സംബന്ധിച്ച് അല്പം ആശ്വാസം ഉണ്ടാക്കിയിരിക്കുന്നുവെന്നാണ്. രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, ഷിരൂരിൽ നിന്നുള്ള നല്ല വാർത്തകൾക്ക് വേണ്ടി വാർത്താമാധ്യമങ്ങൾക്ക് കാതോർക്കുകയാണ് ഒരു വീടും നാടും മുഴുവനായും. ഇന്നലെ രാത്രി ആ വീട്ടുകാർ ആവശ്യപ്പെടുക മാത്രമല്ല, ഇവിടുത്തെ കണ്ണാടിക്കൽ പ്രദേശത്തുള്ള നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതുപോലെ ലോറി ഡ്രൈവർമാരും ലോറി ഉടമകളുമൊക്കെ സേവ് അർജുൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായി അവരുടെ ഒരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷിരൂരിൽ നിന്ന് അർജുനെ തേടി അർജുന് വേണ്ടിയുള്ള നല്ല വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാട് മുഴുവൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അതിലേറ്റവും ശുഭപ്രതീക്ഷ നൽകുന്നത് മിലിറ്ററി ഇറങ്ങും എന്നുള്ളതാണ്. അർജുൻ്റെ സഹോദരി ഇന്നലെ നമ്മളോടും മാധ്യമങ്ങളോടുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് മിലിറ്ററി ഇറങ്ങണം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. കാരണം കർണാടക സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ പരാജയപ്പെടുന്ന കാഴ്ച കഴിഞ്ഞ 5 ദിവസവും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പട്ടാളം ഇറങ്ങിയാൽ, കരസേന ഇറങ്ങിയാൽ അതിൽ കാര്യമുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷ അർജുൻ്റെ വീട്ടുകാർക്കുണ്ട്, നമുക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് അർജുൻ്റെ വീട്ടുകാരും ഈ നാട്ടുകാരും ഒക്കെ ഉള്ളത്. പട്ടാളം ഇറങ്ങിയാൽ കുറച്ചുകൂടി ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി അത് കാര്യങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നു എന്നുള്ളതും ഈ കുടുംബത്തിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ 5 ദിവസവും വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് അർജുൻ്റെ വീട്ടുകാർ കാര്യങ്ങളെ സമീപിച്ചതും മാധ്യമങ്ങളെ കണ്ടതും അവർ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ചില അസൗകര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം അവർ ഇക്കാര്യത്തിൽ അവരുടെ എന്താണ് ഇന്നത്തെ അവരുടെ ഒരു പ്രതീക്ഷ എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നിപ്പോൾ മിലിറ്ററി ഇറങ്ങുമ്പോൾ അവർക്കതിൽ ആശ്വാസമുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇന്ന് രാത്രിയോടുകൂടി ഇവിടേക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി ഈ കർണാടക സർക്കാരിൻ്റെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിൻ്റെ എല്ലാം സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ കരസേന ഇറങ്ങുന്നത്. കരസേന ഇറങ്ങുന്നതോടുകൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വലിയ വേഗത കൈവരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഈ നാട്ടുകാർക്കുണ്ട്. അങ്ങനെ വേഗത കൈവരിച്ചാൽ 9 അടി താഴ്ചയിലുള്ള അർജുൻ്റെ വാഹനം കണ്ടെത്താൻ സാധിക്കും. അർജുനെ ജീവനോടെ തന്നെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഉണ്ട്. അർജുൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടുന്ന് ഇപ്പോൾ വീട്ടുകാരൊക്കെ പ്രതീക്ഷ പങ്കുവെക്കുന്നത്.